താലൂക്ക് ജമിയത്തുലമയുടെ ഒക്കെ ഒരു വയസ്സായ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹം വേഗം പറഞ്ഞ് ഇങ്ങനെ ലഖത് ജാഅക്കും എന്നതിന്റെ ഫളില് പറഞ്ഞ ഉടനെ തന്നെ മൂപ്പര് പറഞ്ഞ് ബാവ മുസ്ലിയാര് ഒരു സെക്കൻഡ് കിട്ടിയ അത് എല്ലുന്ന്. ഏത് ബാവ മുസ്ലിയാര്? TK ബാവ മുസ്ലിയാര്, സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന, അല്ലെ, വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് തന്നെയല്ലേ, ആ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റായിരുന്ന TKM, കാസർഗോഡ് കാളിയായിരുന്ന TKM ബാവ മുസ്ലിയാർ. അപ്പൊ അവർക്ക് വാദപ്രതിവാദത്തിന്റെ ശൂന്യല്ല, ഉള്ളിക്കട് കേറിയിട്ടുണ്ട്. ഇന്നെപ്പോലത്തെ ആളുകൾക്ക് വാദപ്രതിവാദമാണ്, എന്തുണ്ടാവണില്ല, ഉള്ളിൽ കേറിയിട്ടില്ല. ഉള്ളിൽ കേറിയിട്ടുണ്ട് ഇറങ്ങിയാൽ നല്ല റാഹത്തുണ്ടാവും, ഉള്ളിൽ നിറയും. പിന്നെ ആ മനുഷ്യനെ കണ്ടാൽ തന്നെ മറ്റൊന്ന് തിരിയാവും. അല്ലതിനെ ഇതാ റുക്കിറല്ല, ബാഫക്ക് തങ്ങൾ ഇരുന്നാൽ ഹദ്ദാദ് ചെല്ലുമ്പോൾ MKG വന്നാൽ മൂപ്പരും ചെല്ലും. കാരണം മനസ്സിലായില്ല, ഇത് വാദപ്രചാരമല്ല, ഇത് നിറഞ്ഞ ആളെടുത്ത് ഇന്നാണ്ട് ചെല്ലേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? പഴയ മനുഷ്യന്മാര് അവർക്ക് ഉള്ളു നിറഞ്ഞവരാണ്. ഇന്നെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ഇന്ന് എന്തില്ല, ഈ തൊള്ളത്തല്ലേ ഉള്ളു, ഉള്ളിക്ക് എന്തിറങ്ങിയിട്ടില്ല. മുത്തുനബി ഇറങ്ങിയിട്ടില്ല. മുത്തുനബി ഇറങ്ങിയ ഒരാളാണെങ്കിൽ പിന്നെ വല്ലാതൊന്നുമില്ല, കണ്ടാ മതിയോ? നമ്മൾ 1000 വട്ടം പറഞ്ഞാലും മറ്റവന് തിരിയില്ല. എന്തുകൊണ്ട് തിരിയില്ല? ഉള്ളിക്ക് ആര് കയറിയിട്ടില്ല. കുട്ടി ആര് കയറിയില്ല? മുത്തുനബി കയറിയില്ല. ഒരൊറ്റ ഉദാഹരണം, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാന് ഈ ആയത്തിന്റെ ഫളില് പറയുമ്പോ മെയ്നൂട്ടിന്റെ അപ്പുറത്തുനിന്ന് പറയാം, രാവും പകലും 1 മിനിറ്റ് ഉണ്ടെങ്കിൽ ബാവോലിയത് ചെല്ലുമായിരുന്നു. ഞാൻ ബാവോലിയിൽ നിന്നാ പഠിച്ചത്. ഏത്? ലഖദ് ജാഅക്കും. വലിയ മനുഷ്യനായിരുന്നു ബാവ മുസ്ലിയാർ, വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹം വലിയ മഹാനായിരുന്നു. TK ബാവ മുസ്ലിയാർ മരണപ്പെട്ടു പോയി. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. ഞങ്ങൾക്ക് ഒരു റഹ്മത്തിന്റെ വാക്ക് പറഞ്ഞുതരാം. ഒരു ദിവസം ഒരു 100 വട്ടമെങ്കിലും അങ്ങിങ്ങായി ഇത് ചെല്ലിയാൽ അയിനുണ്ടാവൂല, സിഹർ ഉണ്ടാവൂല. അതത് കണക്കാക്കിയാതെ ചെല്ലിയാൽ സിഹർ ഉണ്ടെങ്കിൽ ഉടനെ ബാത്തിലാവും, സിഹർ നിലനിൽക്കൂല, അയിന് നിലനിൽക്കൂല. എന്ത്? നിങ്ങൾക്ക് അത്ഭുതം കേൾക്കണം. ഈ ആയത്തിൽ കിട്ടാത്ത ഒരു ഫളില് ആകാശത്തിന്റെ അടിയിലും താഴെ ഭൂമിക്ക് മുകളിലുള്ള, ഭൂമിക്ക് താഴെയില്ല. ഏതായത്തിൽ കിട്ടാത്ത? ഹക്ക് 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 വല്ലാഹി ഹക്ക് വല്ലാഹി ഹക്ക് വല്ലാഹി ഹക്ക് വല്ലാഹി ഹക്ക്. ഞാൻ ഹക്ക് പറഞ്ഞുതരാം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. എന്റെ ഉസ്താദുമാരിൽ നിന്ന് എനിക്ക് സമ്മതം ലഭിച്ചത് പ്രകാരം ഞാൻ സമ്മതം തരാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ എന്റെ ഉസ്താദുമാരിൽ നിന്ന് ഈ ഖുർആനിക അമലിനിടയിൽ ഈ ആയത്തിന്റെ ഫളില് മനസ്സിലാക്കി ഈ ആയത്തിൽ നിന്ന് ഇനി ഇജാസത്തുള്ള ഒരു മഹാനെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടുണ്ട്. ദായിമായി ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സമ്മതം തരാം. അയിന് ബാധിക്കൂല, അന്നത്തിന് മുടങ്ങൂല. ജുമാ നിസ്കരിച്ചിട്ട് അസറിന്റെ മുമ്പ് 99 വട്ടം ചെല്ല. ജുമാ നിസ്കരിച്ചിട്ട് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. മോട്ടോർ സൈക്കിൾ ചാവിയാണ് വെക്കുമ്പോൾ 1 വട്ടം ചെല്ലിക്കാളാ, ആപത്തുണ്ടാവില്ല. തലേന്ന് പോരേന്ന് യാത്ര പോകുമ്പോൾ വലത്തേ കൈ ഇങ്ങനെ വെക്കുക, മനസ്സിലാവുണ്ടോ? വലത്തേ കൈ ശിരസിൽ ഇങ്ങനെ വെക്കുക, കമഴ്ത്തി വെക്കുക, ഒറ്റവട്ടം. പോരേന്നാണ്ട് ഇറങ്ങണ നേരത്ത് ഒറ്റവട്ടം. എന്ത്? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഫലാ യമൂതു ഫീ ദാലിക സഫരി. ഈ യാത്രയിൽ അവൻ മരിക്കൂല. ഇന്നത്തെ കാലത്ത് ഈ ആയത്തോടാണ് ഫ്ലൈറ്റ് കയറരുത്, ഫ്ലൈറ്റ് കയറിപ്പോകരുത്. വലിയ വാഹനങ്ങൾ, ദീർഘയാത്രക്ക് വാഹനങ്ങളാണ് കയറണമെങ്കിൽ എന്ത് വേണം? പറ പൊരേന്നാൻ പുറപ്പെടുമ്പോ തന്നെ 1 വട്ടം എന്ത്? ഓത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. പല ആളുകളോട് ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ദായിമാക്കുന്ന ആളുകളൊന്ന് കൈപൊക്കി. അൽഹംദുലില്ലാഹ്. അസ്ലമിനെ അറിയില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? വ്യാഴാഴ്ച മഗ്‌രിബ് നിസ്കരിച്ചിട്ട് 3 വട്ടം ഓതിയാൽ ആ ആഴ്ച കണ്ണീറുണ്ടാവില്ല. ഒരൊറ്റ ആഴ്ച 3 വട്ടം ഓതിയാൽ മതി. എന്ത് റസൂലുള്ളാഹിന്റെ ഫضലാണ്. വ്യാഴാഴ്ച മഗ്‌രിബ് നിസ്കരിച്ചിട്ട് മറക്കരുത്. സിഹറും കൊണ്ട് ആ ആഴ്ച സിഹർ ബാധിക്കൂല, ആ ആഴ്ച കണ്ണീർ ബാധിക്കൂല, ആ ആഴ്ച വിഷം ബാധിക്കൂല. വ്യാഴാഴ്ച മഗ്‌രിബ് 3 വട്ടം. ലഖദ് ജാഅക്കും. കാരണം പിന്നാലെ കൂടി നടക്കാണ് ഒരു കൂട്ടര് സിഹർ ചെയ്യാനായിട്ട്.
സിഹർ ചെയ്യൽ ഇബാദത്താന്ന് വിചാരിക്കുന്നവരുണ്ട്. പട്ടികമ്മൽ ആണി തറച്ചിട്ട് പള്ളി കയറി തച്ചോരുണ്ട്. ആ നാട്ടിൽ നിന്ന് ഇവിടെ ആൾ വന്നിട്ടുണ്ട് ഇല്ലേ? തങ്ങളെവിടെ പോയി? ഇവിടെ ഉണ്ടാവുമല്ലോ ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ തങ്ങളെ ചെയ്തത്? പള്ളി കയറി പട്ടികമ്മ ആണി തറച്ചിട്ട് പള്ളി കയറി അടിച്ചോർക്ക് ഇനി എന്തൊക്കെ ചെയ്യാം? അതിലും വലിയ അക്രമം എന്താണ് ദുനിയാവിൽ? അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. സിഹറും കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടരുണ്ട്, കണ്ണീർ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഒരു പേടിയും ബേജാറാണ്ട. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിനുണ്ടല്ലോ, മകരി നിസ്കരിച്ചിട്ട് 3 വട്ടം ചെല്ല് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലു ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഒരു അടച്ചിട്ട മുറിയിൽ ബിസ്മി ചൊല്ലിന് കയറി ഒറ്റവട്ടം ചെല്ലിയാൽ ശൈത്താൻ അവിടെ ശേഷിക്കാൻ കഴിയില്ല. അടച്ചിട്ട മുറിയിൽ പലപ്പോഴും ശൈത്താൻ ഉണ്ടാവും. ബിസ്മി ചൊല്ലിന് കയറുന്ന സമയത്ത് ഒറ്റവട്ടം ചെല്ലുക. എന്ത്? ബിസ്മി ചൊല്ലി വാതിൽ തുറക്കുക, എന്നിട്ട് ഔദ് ഓതുക. ബിസ്മിന് ശേഷം ലഖദ് ജാഅക്കും ഓതരുത്. കാരണം ലഖദ് ജാഅക്കും എന്താണ്? തൗബയാണ്. മനസ്സിലായില്ലേ? വാതിൽ ബിസ്മി ചൊല്ലി തുറന്നിട്ട് കയറുക, എന്നിട്ട് ഔദ് ഓതുക, പിന്നെ ഒരു വട്ടം ഓടുക. أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ശൈത്താൻ ആ മുറിയിൽ ശേഷിക്കാൻ കഴിയില്ല. പുതുമണവാട്ടിയെ ചമയിപ്പിച്ച് പറഞ്ഞയക്കുന്ന നേരത്ത് ഒരു വട്ടം ഈ ആയത്തോടിയാൽ ആ കുട്ടിക്ക് ആ യാത്രയിൽ കണ്ണീർ ബാധിക്കൂല. ഈ പുതുമണവാട്ടികളെ ചമയിച്ചയക്കുന്ന ആ രംഗത്ത് കണ്ണീർ ബാധിക്കും. ഭയങ്കര പ്രയാസം ഉണ്ടാവും ചില കുട്ടികൾക്ക് ആയുസ് മുഴുവനും. അത് ഈ ചമയിക്കുന്ന സന്ദർഭത്തിലും ആ യാത്രയിലും അസൂയ ബാധിക്കും. മനസ്സിലായില്ല? ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഒരു പുതുമണവാട്ടിയെ ചമയിച്ചിറക്കുന്ന സമയത്ത് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എന്ത് ചെയ്യാ? ഒരു വട്ടം ഒരു കപ്പലിന്റെ നങ്കൂരം അഴിക്കണ സമയത്ത് ഒറ്റവട്ടം ആയത്ത് ഓതിയാൽ തീരത്തെത്തുന്നവരെ കപ്പൽ മുങ്ങൂല. ഒരു മുതല് ആ മുതൽ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വട്ടം ഓതിയാൽ ആ മുതൽ അപഹരിക്കപ്പെടൂല. എന്തായത്? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് എത്രയും പെരുപ്പിക്കാം. ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഒരു വട്ടം ഒന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹു തആല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യലുണ്ടല്ലോ. ഹത്താ മയ്യിത്ത് നിസ്കാരത്തിന് ശേഷം വരെ ഒരു വട്ടം ചൊല്ലിക്കളി. നിങ്ങൾ എപ്പോഴും എന്ത് ചൊല്ലിക്കോളൂ. ഒരു നിസ്കാരം സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ദായിമാക്കി കളി. ഒരു ആയത്തുൽ കുർസിയും ഒരു ആയത്തുൽ കുർസി അള്ളാന്റെ മദ്ഹാണ്. ഒരു ലഖദ് ജാഅക്കും അത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അള്ളാഹ് റസൂൽ ഉണ്ടെങ്കിൽ ദുനിയാവിലൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? ആയത്തുൽ കുർസി ആരുടെ മദ്ഹാണ്? അള്ളാഹിന്റെ മദ്ഹാണ്. ലഖദ് ജാഅക്കും ആരുടെ മദ്ഹാണ്? റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അള്ളാഹ് റസൂൽ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഈ ലോകത്ത് അള്ളാഹ് റസൂൽ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പ്രശ്നമുള്ളത്? അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ യഥാർത്ഥ സുന്നിയത്തിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെ